അള്ളാൻ ആലോചിച്ചാണ് കരയാം. അതുകൊണ്ട് ആദ്യത്തെ 3 മാസം താരാട്ട് പാടുന്നത് അള്ളാഹുവിനെ കുറിച്ചായിരിക്കണം. എന്തെങ്കിലും ഒരു രണ്ടും ഡിഗാ എന്ന് പാടി ഓർക്കാനൊന്നും പറ്റില്ല. ആദ്യത്തെ 3 മാസം അള്ളാഹിനെ പറ്റി മാത്രം പാടണം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. 3 മാസം അള്ളാഹിനെ പറ്റിയിട്ടാണ്. അതാണ് താരാട്ടിന്റെ രഹസ്യം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആയത്ത് 3 മാസം അള്ളാഹിനെ പറ്റിയ പാടുണ്ട്. ഈ ദുനിയാവിൽ വന്നതിന് ശേഷം ഒരു കുട്ടി ആദ്യമായി കരയുന്നത് അള്ളാഹുവിന്റെ പേര് കേൾക്കാനാണ്. അതാണ് താരാട്ടിന്റെ രഹസ്യം എന്ന് പറയുന്നത്. ഏത് കുട്ടി, മുഅ്മിനിന്റെ കുട്ടി അങ്ങനെ തന്നെയാണ്, കാഫിറിന്റെ കുട്ടി അങ്ങനെ തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതി കൊടുത്താൽ കാഫിറിന്റെ കുട്ടിയും കരച്ചിൽ നിർത്തും. അടുത്ത വീട്ടിൽ ഒരു കാഫിറിന്റെ കുട്ടി കരയാണെന്ന് വിചാരിക്കുക, അമുസ്ലിമായ ഒരാളുടെ കുട്ടി കരയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ആ കുട്ടിയെ എങ്ങനെ ഇമേജ് ചെയ്യുക, മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരാ കുട്ടിനെ, എന്നിട്ട് ആ കുട്ടിക്ക് പാടി കൊടുക്കുന്നതായിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പാടുക. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. തീർത്തു. നോയിക്കോളി ഇല്ലെങ്കിൽ വാട്സാപ്പിൽ ബന്ധപ്പെട്ടോളി, നിർത്തി. അതാണ്. അപ്പോൾ കുട്ടി 3 മാസം കരയുന്നത് അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട്. രണ്ടാമത്തെ 3 മാസം മുസ്തഫ നബി തങ്ങളുടെ, ആദ്യത്തെ 3 മാസം ദിക്റിന്റെ മക്കാമിലാണ്, രണ്ടാമത്തെ 3 മാസം സ്വലാത്തിന്റെ മക്കാമിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ് പിന്നത്തെ 3 മാസം പാടേണ്ടത്. നബി തങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന പാട്ടുകൾ ഇങ്ങനെ പാടരുത്. അതമ്മ ഖബലൽ വഹി അർബഈന വ ഉംറുഹു ഖദ് ജാവസ സിദ്ദീന. നബിനെ പരിചയപ്പെടുത്തുന്ന പാട്ട്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബി വമിൻ ജമീ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. രണ്ടാമത്തെ 3 മാസം ഏത് ഭാഷയിലും പാടാം. അറബി തന്നെ ഇക്കോളന്നില്ല, മലയാളത്തിൽ പാടിയാൽ മതി. അങ്ങനെ പിന്നെ മൂന്നാമത്തെ, അപ്പോൾ 6 മാസം കഴിഞ്ഞു. 9 മാസമാണ് താരാട്ടിന്റെ കാലഘട്ടം. 9 മാസമാണ് താരാട്ട് പാടേണ്ടത്. പിന്നത്തെ 3 മാസത്തിലേക്ക് കടന്നാൽ വാപ്പാനും മാനും പരിചയപ്പെടുത്താം. ഉമ്മാന്റെ അങ്ങനത്തെ കുട്ടിയല്ലേ, വാപ്പാന്റെ അങ്ങനത്തെ കുട്ടിയല്ലേ, മാണിക്കക്കല്ലല്ലേ, ചക്കരക്കുടല്ലേ, തേൻകൊട്ടല്ലേ എന്നൊക്കെ പറയാം. കൊട്ടയിൽ തേനൊക്കെ ചോർന്ന് പോകേണ്ട കാര്യമില്ല, ലോജിക്കൊന്നും സ്ഥാനമില്ല എന്നുള്ളതാണ്. അതൊക്കെ പാടാം. പാപ്പാൻ്റെ ഇമ്മാൻ്റെ അന്നതാണ്, മറ്റേതാണ്, മറിച്ചാണ്, അങ്ങനെ. അതും അവസാനത്തെ 3 മാസം. 9 മാസമാണ് താരാട്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ അതിലൊക്കെ ഇപ്പോൾ അതിനകത്തും ശ്രദ്ധിക്കാണ്ടോന്ന്. ആ ഉണ്ട്, അതിലൊക്കെ ശ്രദ്ധിക്കാണ്ട്. അപ്പോഴാണ് ഇപ്പോൾ സംഗതി ക്ലിയർ ആകുക എന്ന് പറഞ്ഞത്. എങ്ങനെങ്കിലുമൊക്കെ ജീവിക്കാനാണെങ്കിൽ ഉറുമ്പിന്റെ ബുദ്ധി മതി, മനുഷ്യന്റെ ബുദ്ധി ആവശ്യമില്ല. 7 നിലയുള്ള ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് പൂച്ച താഴത്തേക്ക് ചാടിയാൽ ഒന്നും പറ്റൂല. 4 കാല് കുത്തിയാണ് ചാടും, 3 അറിയാത്ത മാതിരിയാണ് പോകും. മനുഷ്യൻ ചാടിയാൽ കാല് 4 കഷ്ണം, കൈ 8 കഷ്ണം, ചിലപ്പം ജീവനും ഉണ്ടാവില്ല. ഓൻ അങ്ങനെ ചാടാൻ പാടില്ല. അതിന്റെ കാരണം തട്ടിമുട്ടി ജീവിച്ചു പോകാനുള്ള വിഭാഗമല്ല മനുഷ്യൻ.